സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ ഭക്ത സംഗമം തന്നെയാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു ധാർമ്മികതയുമില്ല എന്ന് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണവർമ്മ ജനം TVയോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അയ്യപ്പ ഭക്ത സംഗമം പമ്പയിൽ നടത്താൻ പാടില്ല. സംഗമത്തിൽ അയ്യപ്പ ഭക്തർ പങ്കെടുക്കില്ല. ശബരിമലയെ വാണിജ്യവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭഗവാനും അയ്യപ്പ ഭക്തർക്കും അനുകൂലമല്ല സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമെന്നും PN നാരായണവർമ്മ പറഞ്ഞു. അതിൽ ഏറ്റവും പവിത്രമായ പമ്പയിൽ ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം എന്ന് നടത്തുന്നത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. കാരണം അയ്യപ്പ വിശ്വാസികൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം 2018 അനുഭവങ്ങൾ ആരും ആ വിഷമതകളും ആ അഗ്നിയൊന്നും അവരുടെ മനസ്സിൽ കെട്ടടങ്ങിയിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ അയ്യപ്പന് വേണ്ടിയിട്ടും ഈ വ്യാജമായ അഫിഡവിറ്റുകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് അനുകൂലമല്ല, അയ്യപ്പനും അനുകൂലമല്ല. ശരിക്കും ദേവസ്വം ബോർഡ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഇപ്പോൾ ഓരോ ഭക്തജനങ്ങളല്ല, അവിടെ വരുന്നവരെല്ലാം തന്നെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് സംഭാവനകളായിട്ട് കാർഡ് കൊടുത്തുകൊണ്ട്, പ്രിവിലേജ് കാർഡ് കൊടുത്ത് ഇതൊരു പ്രത്യേക സംവിധാനത്തിൽ പണം ഉണ്ടാക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടുകൾ കാണുന്നത്. ഇത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. ഭക്തജനങ്ങളെ ശരിക്കും ബോധ്യപ്പെടുത്തണം ഇവരെന്തിനാണ് ഇങ്ങനൊരു സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നഗരങ്ങളിലാണ് ഇതൊക്കെ നടത്തേണ്ടത്. ഇവരൊരു ബിസിനസ് ഒരു ലാക്കോടുകൂടി കാണുന്ന ഇങ്ങനെയുള്ള സമ്മേളനം ഒരിക്കലും പവിത്രമായ പമ്പയിൽ അത് നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു നമ്മളോടൊപ്പം. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് മുഴുവൻ പറഞ്ഞില്ല. കാര്യം അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് ചോദിക്കേണ്ട ഭാഷയിൽ അല്ലെങ്കിൽ പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പറഞ്ഞില്ല. പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് PN നാരായണവർമ്മ. ഒന്നിലധികം തവണ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളിലും വന്നിട്ടുള്ള ആളാണ് വർമ്മജി. അരുണിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അരുൺ ഈ ദേവസ്വം ബോർഡുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുന്ന ആളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. 2-3 കാര്യങ്ങളിൽ ആദ്യത്തേത്, ഈ NSSനെയും SNDP ഒക്കെ തൽക്കാലം പോയി ഏതാണ്ട് PR വർക്കൊക്കെ നടത്തി ഒപ്പം നിർത്താൻ കഴിഞ്ഞു. ശരിയാണ്, സംഗമത്തിനോട് ആർക്കും എതിർപ്പില്ല, ഭക്തജന സംഗമം നടത്തുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തിനാണ് ഈ സംഗമം? 1, സംഗമം നടത്തുന്നത് ആര്? 3, വർമ്മജി പറഞ്ഞ പോലെ സംഗമം നടത്തും മുമ്പ് നിങ്ങൾ പണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് പിൻവലിക്കുമോ, ഭേദഗതി ചെയ്യുമോ? ആചാര ലംഘനത്തെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നാണ് മാന്യമായ ഭാഷയിൽ വർമ്മജി പറഞ്ഞത്. 2, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? ഏറ്റവും അധികം കാശ് കൊടുക്കുന്നവർക്ക് ഏറ്റവും അധികം സൗകര്യം. അരുൺ കൊടുങ്ങൂർ, ഇതെന്താണ്, ഒരു സ്റ്റാർ ക്ലബ് മെമ്പർഷിപ്പാണോ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ലോകമാകെ വിതരണം ചെയ്യുന്നത്? പ്രതിപാദനേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടായി നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ നാരായണവർമ്മ എന്നുള്ള ഒരു പേര് 2018 മുതൽ ഭക്തരെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ്. കാരണം അത്ര വലിയ തീം ഭക്തരുടെ മനസ്സിലേക്ക് കോരിയിട്ടപ്പോൾ ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട്, ഭക്തർക്കൊപ്പം നിലയുറച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് അയച്ച ഒരാളാണ് അദ്ദേഹം. ഇന്ന് അയ്യപ്പ സേവാ സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഈ സ്പെഷ്യൽ ഇൻ്റർവ്യൂ നമുക്ക് തന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃത്യമായി, വ്യക്തമായി, ശക്തമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ ആദ്യ പോയിന്റ്, ഒരു തരത്തിലും ധാർമ്മികമായി ഈ അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു കാരണവശാലുമുള്ള ഒരു അനുമതി ഉണ്ടാകില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. കാരണം അത്ര വലിയ ക്രൂരമായ ഇടപെടലാണ് അന്ന് സർക്കാർ ചെയ്തത്. 2018 മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച ആ ഓരോ നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ആ വീഴ്ചകളൊക്കെ തന്നെയും, അതോടൊപ്പം തന്നെ ശബരിമലയുടെ ഏറ്റവും
ഏറ്റവും പവിത്രമായ, പരിശുദ്ധമായ, പരിപാവനമായ ആചാരങ്ങൾ തച്ചു തകർക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ നീചമായ പ്രവർത്തികൾ അതൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ധാർമ്മികമായ ഒരു കാര്യങ്ങളും ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിനില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. കാരണം അന്ന് അത്ര വലിയ ഒരു വിഷമമാണ് ഭക്തജനങ്ങൾക്ക് മേലുണ്ടായത്. അത് ഒരു കാരണവശാലും മറക്കില്ല. ആ തീ മനസ്സിൽ നിന്നും കെട്ടിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് വാണിജ്യ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ പവിത്രമായ പമ്പാ നദീ തീരത്ത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും വിശുദ്ധമായി കാണുന്ന ഒരിടമാണ് പമ്പ. ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരിടമാണ്. അവിടെ ഇത്തരമൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നു. ആ വാണിജ്യ താല്പര്യത്തോടെയുള്ള ഈ അയ്യപ്പ സംഗമം ഇവിടെ വേണ്ട എന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ അയ്യപ്പ ഭക്ത സംഘവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മുൻ ചെയ്തികളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതിനൊപ്പം തന്നെ ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യാമൂലം, യുവതീ പ്രവേശനത്തിന് അനുകൂലമായുള്ള ഒരു സത്യാമൂലമാണ് അന്ന് സർക്കാർ കൊടുത്തിരിക്കുന്നത്, ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ഭക്തനും ഭഗവാനും ഒരുപോലെ എതിരാകുന്ന ഒരു സത്യാമൂലമാണ്. ഈ നിലപാട് തിരുത്തണമെന്ന് അന്നു മുതൽ തന്നെ വലിയ ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഈ വിഷയത്തിലൊന്നും തന്നെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ദേവസ്വം ബോർഡോ സർക്കാരോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് സ്വീകരിച്ച സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിച്ചത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, അയ്യപ്പ വിശ്വാസികളൊന്നും തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. കാര്യങ്ങളെല്ലാം തന്നെ ഈ വാക്കുകളിലൂടെ കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ നിലപാട് ഏറ്റവും ശക്തമായി തന്നെ പറയുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, എന്താണ് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് നിലവിൽ വരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് 3 മണിയോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്താണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ദേവസ്വം മന്ത്രി VN വാസവനായിരുന്നു അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കാനായി വന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച ഒരു പ്രോജക്റ്റ് അത് സർക്കാരിൻ്റെ പ്രോജക്റ്റായി അവർ മാറ്റി. അത് തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ വിമർശനമാണ് സർക്കാരിന് ആ സമയത്ത് നേരിടേണ്ടി വന്നത്. എന്തായാലും